നമ്മൾ റെൻറ്റ് പ്രോപ്പർട്ടി ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും മിക്കവരും നിങ്ങളുടെ പറഞ്ഞു തരാത്തൊരു കാര്യമാണ് മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ്. ബാക്കി ഇപ്പോൾ നമുക്ക് എങ്ങനെ പ്രോപ്പർട്ടി എടുക്കണം, ഇങ്ങനെ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് ഓഫ് പൈസ കിട്ടും, ഇതൊക്കെ ആക്ച്വലി ട്രൂ തന്നെയാണ്. പക്ഷേ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ യു വുഡൻ ബി ഏബിൾ ടു മാനേജ് ഇറ്റ് പ്രോപ്പർലി. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് നിങ്ങൾക്ക് Airbnb ആണെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂസ് താഴോട്ട് പോകും. HMO ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലയബിലിറ്റി നഷ്ടപ്പെടും ആൾക്കാരുടെ ഇടയിൽ. സോ യു ഹാവ് ടു കീപ്പ് അപ്പ് വിത്ത് ദാറ്റ്. ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട് ഇപ്പം ആസ് ഓഫ് നൗ. ഐ ഡു Airbnb ബിസിനസ് ആൻഡ് HMO ബിസിനസ്. അപ്പം Airbnbയിൽ രാത്രി 2 മണിക്കൊക്കെ എനിക്ക് കോൾ വരും, ബ്രോ വൈഫൈ വർക്കാവുന്നില്ല, വെള്ളം തണുത്ത് പോയി, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴേക്കും ഇവർ ചെക്ക് ഇൻ ചെയ്യാൻ വരുന്നത്. എന്നിട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വരുന്ന സമയത്ത് കീ കാണുന്നില്ല, കീ ബോക്സ് എവിടെയാണ് നമുക്ക് കാണുന്നില്ല, ഇത് ലൈക്ക് നമ്മളെ ഗൈഡ് ചെയ്തതാ. ദേ ഡോണ്ട് ലൈക്ക് നമ്മളെ ടൈം ആയിട്ട് നമുക്ക് വി കാൻ ഡു എനിത്തിങ്. വി ഹാവ് ടു അറ്റൻഡ് ദ കോൾ ബിക്കോസ് ദേ ആർ ദ ഗസ്റ്റ്. നമുക്കൊരു ബാഡ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും, ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. സെയിം തിങ് വിത്ത് HMO ആണെങ്കിലും നമുക്ക് ഇന്ന സമയമൊന്നുമില്ല. അവർ കോൾ ചെയ്ത് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ ഇന്ന പ്രശ്നം വരികയാണെന്ന് പറഞ്ഞിട്ട് വി ഹാവ് ടു സോർട്ട് ഇറ്റ് ഔട്ട് ദെൻ ആൻഡ് ദെയർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചിട്ട് വി ഡോണ്ട് ഹാവ് ടു ബി ഇൻവോൾവ് മച്ച് എന്നുള്ള രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വെക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിൽ ഇമ്പോർട്ടൻറ്റ് Airbnb ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് തിങ് പോളിസീസും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. Booking.comലാണെങ്കിലും Airbnbയിലാണെങ്കിലും അതിൻ്റെ അകത്ത് കയറി പോളിസീസ് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യും, ID കളക്ട് ചെയ്യും, അതേമാതിരി റെൻ്റൽ അഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. ഇത് പോളിസി കയറി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കളക്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ Booking.com Airbnb നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിൽ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യാനുള്ളത് ചാനൽ മാനേജർ എടുക്കുക. ചാനൽ മാനേജർ എടുക്കുമ്പോൾ കിട്ടുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ Airbnb ആണെങ്കിലും Booking.com ആണെങ്കിലും നിങ്ങൾക്കിത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഓട്ടോമേറ്റഡ് മെസ്സേജസ് സെൻഡ് ചെയ്യാനും പറ്റും. അതിൻ്റെ അകത്ത് തന്നെ ലിങ്ക് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ബിക്കോസ് ഓഫ് ദിസ് അവർക്ക് അതിൽ ത്രൂ ഈ ഡെപ്പോസിറ്റ് ആണെങ്കിലും അതേമാതിരി ID ആണെങ്കിലും ഓൾസോ റെൻ്റൽ അഗ്രിമെൻ്റ് ആണെങ്കിലും അവർക്ക് ആ ഒരു ലിങ്ക് ത്രൂ ചെയ്ത് തീർക്കാൻ പറ്റും. ഓട്ടോമേറ്റഡ് മെസ്സേജസ് അയക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെക്കൗട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ടൈമിംഗ് വയ്ക്കും. ഇന്ന ടൈം ആകുമ്പോഴത്തേക്കും ഈ മെസ്സേജ് പോകണം. സോ യു ഡോണ്ട് ആക്ച്വലി ഹാവ് ടു ഗോ ആൻഡ് സെൻഡ് എ മെസ്സേജ് ടു ദം മാനുവലി. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ചെയ്യുന്നൊരു കാര്യം, ഇതൊരു ടിപ്പാണ്, എല്ലാവരും പറഞ്ഞിരുന്നതല്ല, ഞാൻ ചെയ്യുന്നൊരു എക്സ്ട്രാ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചാനൽ മാനേജർ ആകുമ്പോഴത്തേക്കും ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ഫോൺ നമ്പർ. ആ ഫോൺ നമ്പർ എടുത്തിട്ട് വാട്സാപ്പ് ഓപ്പൺ ആക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. വാട്ട് ഐ ഡു ഇസ് നിങ്ങളെ പ്രോപ്പർട്ടിയുടെ സ്ഥലത്ത് പോയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ, അതായത് ഇപ്പോൾ ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഈ നിൽക്കുന്നത് നമ്മളെ ലൊക്കേഷൻ, നമ്മളെ വീടാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പം ഇതാണ് എൻ്റെ പ്രോപ്പർട്ടി എങ്കിൽ ഞാൻ വന്നിട്ട് ഐ ടെൽ ദാറ്റ് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ലൊക്കേഷനിൽ ഇതാണ് നമ്മളെ പ്രോപ്പർട്ടി എന്ന് ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇനി നേരെ നടന്നു പോയി വീൽ ഗോ ഹിയർ ആൻഡ് നമ്മളെ കീ ബോക്സ് ലെറ്റ്സ് ഇറ്റ്സ് ഹിയർ എന്ന് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കീ ബോക്സ് വെച്ചെങ്കിൽ നമ്മൾ നേരെ നടന്നു വന്ന് തിരിയണം. ഇതിൽ ഞാൻ ആ ഫോണിൽ തന്നെ ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് കീ ബോക്സ് ഇരിക്കുന്നതെന്ന് ഞാൻ ആ വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ആ റെക്കോർഡഡ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യും. ആൻഡ് നമ്മൾ ആ വാട്സപ്പിൻ്റെ അകത്തോട്ട് ഇവർക്ക് ഈ ഒരു മെസ്സേജ് നമ്മൾ അയച്ചു കൊടുക്കും. അപ്പം ഇവർക്ക് എന്താവും, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ഓക്കെ ഏതാണ് പ്രോപ്പർട്ടി. എന്നിട്ട് ആ കീ ഞാൻ പോയി ലോക്ക് ബോക്സിൻ്റെ അകത്ത് ഞാൻ ആ കീൻ്റെ നമ്പർ അടിച്ച് ഓപ്പൺ ആക്കി കീ എടുത്ത് റൂം പോയി തുറന്ന് ഞാൻ നടന്നു പോയിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഞാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള എല്ലാം ഞാൻ പറയും. ഹീറ്റേഴ്സ് ഇവിടെയാണ്, ഹീറ്റേഴ്സിൻ്റെ ബട്ടൺ ഇതാണ് വൈഫൈൻ്റെ സ്വിച്ച് ഇതാണ്, TV-യുടെ സ്വിച്ച് ഇതാണ്, വാട്ടർ ഹീറ്റിങ്ങിൻ്റെ ഇതാണ്, എല്ലാം ഞാൻ പോയി ആ വീഡിയോയിൽ തന്നെ ഫുള്ള് കവർ ചെയ്യും. ആൻഡ് ഈ ഒരു ഫുൾ റെക്കോർഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അങ്ങ് വാട്സപ്പിൽ അങ്ങ് അയച്ചു കൊടുക്കും. സോ ദെൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഇവർക്ക് ഈ വീഡിയോയിൽ നമ്മളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു. ദേ ഡോണ്ട് ഹാവ് എനി അതർ എക്സ്ട്രാ ഡൗട്ട്സ്. പിന്നെ അതേമാതിരി സർവീസ് അക്കോമഡേഷൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിംഗ് ക്യാമറ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഫ് ഇറ്റ്സ് എ ഫ്ലാറ്റ് നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന IMOU എന്ന് പറയുന്നൊരു ക്യാമറ ഉണ്ട്, നിങ്ങൾക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. കാരണം നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നെയ്ബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിംഗ് ക്യാമറ ഡയറക്റ്റ്ലി അവരെ പ്രോപ്പർട്ടിയിലോട്ട് ഫേസ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അവർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ക്യാമറ മാറ്റേണ്ടി വരും. ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നിങ്ങൾക്ക് ഈ ക്യാമറ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോറിലോട്ട് ഫോക്കസ് ചെയ്ത് തന്നെ ആ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ക്യാമറ ഹ്യൂമൻ ഡിറ്റക്ഷൻ ഉണ്ട്, 360 ആയിട്ടുള്ള വ്യൂ കിട്ടും. ആൻഡ് ഓൾസോ നോയ്സും നമുക്ക് അതിനകത്തോടെ കേൾക്കാൻ പറ്റും. ലൈക്ക് ഇൻ ആൻഡ് ഔട്ട് നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം, അവർ പറയുന്നത് കേൾക്കാനും പറ്റും. സോ ഈ ക്യാമറയൊക്കെ ഇത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു എക്സാമ്പിളായിട്ട് നമ്മളെ പ്രോപ്പർട്ടിയിൽ ഒരു പ്രാവശ്യം ഞാൻ
ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അതായത് ഇങ്ങനെ ആൾ മൂവ്മെൻറ്റ്, ആ ഒരു ഏരിയയിൽ മൂവ്മെൻറ്റ് വരുന്നത് നമ്മളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ വെറുതെ ക്യാമറ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും നമ്മളെ ഗസ്റ്റ് ബേസിക്കലി കീ ഉള്ളിൽ വെച്ചിട്ട് ഡോർ അടച്ചു കൊടുത്തു. ആൻഡ് ദേ ഗോട്ട് ലോക്ക്ഡ് ഔട്ട് സൈഡ്. അപ്പോൾ ഇവർക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ ഈ ഡോറ് ഇടിച്ച് തുറക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് നമുക്ക് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വന്ന് നിൽക്കുന്ന ഗസ്റ്റ് ആക്ച്വലി വേറൊരാൾ ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. സോ അവരെ നമ്പർ നമ്മളതിലുള്ളൂ, ഇവരെ നമ്പർ നമ്മളതിലില്ല. ആൻഡ് ഇവർക്ക് നമ്മളെ നമ്പറും ഇല്ല. സോ ഇവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നോ വേ. സോ ദേ വാണ്ടഡ് ടു ഗെറ്റ് ഇൻസൈഡ് ദ പ്രോപ്പർട്ടി. അപ്പം എന്തോ ഭാഗ്യത്തിന് ഐ വാസ് ലുക്കിംഗ് അറ്റ് ദ ക്യാമറ ആൻഡ് ഇവരെ നമ്പർ ഇല്ലല്ലോ, നമ്പർ ഉണ്ടെങ്കിലേ വിളിക്കാൻ പറ്റുള്ളൂ. സോ ഭാഗ്യത്തിന് എനിക്ക് അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ വോയിസ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ 15 മിനിറ്റ് ഐ എം കമ്മിങ്, ഞാൻ ഹായ് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഇവർ മുകളിലോട്ട് നോക്കിയിട്ട് എന്താണെന്ന് നടക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. സോ ദെൻ വി സ്പോക്ക് ത്രൂ ദ ക്യാമറ. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് വയ്ക്കുമ്പോൾ ബെനിഫിറ്റ്സ് ആണ്. അതേമാതിരി തന്നെയാണ് ഈ റിംഗ് ക്യാമറയുടെ വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചില പ്രോപ്പർട്ടിയിൽ ഫ്രണ്ടിലും ബാക്കിലും എൻട്രൻസ് ഉണ്ടാവും, രണ്ടിടത്തും ക്യാമറ വേണം. കാരണം ഫ്രണ്ടിൽ മാത്രം ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ബാക്കിൽ നിന്ന് ഒരാൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തുമില്ല. സോ യു നീഡ് ക്യാമറ ബോത്ത് സൈഡ്സ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇപ്പം റീസെൻ്റ്ലി ഹാലോവീൻ ആയിരുന്നു, അവർക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ടും എൻട്രൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ മാത്രമേ പുള്ളി ഇത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, റിംഗ് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് ഓഫ് ദാറ്റ് ബാക്കിൽ നിന്ന് കുറേ പേര് കയറി ആകെ പ്രശ്നമായി, 3 TV-കളൊക്കെ അടിച്ച് പൊട്ടിച്ച് ഫുൾ സീനായിപ്പോയി. സോ ബിക്കോസ് ഓഫ് ദിസ് ആണ് ഞാൻ പറയുന്നത് ക്യാമറ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതേമാതിരി വേറെയും സിറ്റുവേഷൻസ് ഉണ്ട്. എക്സാമ്പിളായിട്ട് പറയാനായിട്ട് കീ ഉള്ളി വെച്ചിട്ട് കീ പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ ഇവിടെ കീ പൊട്ടിപ്പോയിട്ട് നമ്മളൊരു ലോക്ക് സ്മിത്തിനെ മേടിച്ചിട്ട് അയാൾ വന്ന് ആകെ ആ കീ ഇങ്ങനെ ഒരു ചെറിയ പിന്നിട്ട് കുത്തി പുറത്തിറക്കിയതിന് 50 കൊണ്ട് മേടിച്ചിട്ടാണ് പോയത്. അപ്പം നമുക്ക് കുറേ സിറ്റുവേഷൻസ് വരും. ഈവൺ ആഫ്റ്റർ ഡൂയിങ് ഓൾ ദിസ് സിറ്റുവേഷൻസ് വരും. പക്ഷേ അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് ഒരു ലോക്ക് സ്മിത്തിനെ വിളിച്ചിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവർ പോയി അത് മാനേജ് ചെയ്യും. നമ്മളതിന് വേണം എന്ന് അവിടെ നിർബന്ധമില്ല. മനസ്സിലായില്ലേ? ബട്ട് ഈ ക്യാമറ വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ക്യാമറ ഉണ്ടെങ്കിൽ ഈ ലോക്ക് സ്മിത്ത് വന്നു പോയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം, എത്ര സമയം എടുത്ത് നോക്കാം, ക്ലീനർ വന്നോ പോയോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം, എത്ര മണിക്ക് വന്നു എത്ര മണിക്ക് പോയി, എത്ര ഗസ്റ്റുകൾ വന്ന് കയറി, അവർ പറഞ്ഞ നമ്പർ ഓഫ് ഗസ്റ്റ് തന്നെയാണോ കയറിയത് പോയത്, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്കൊരു ക്യാമറ വേണം. സർവീസ് അക്കോമഡേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാമറ. സോ സർവീസ് അക്കോമഡേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഫസ്റ്റ് തിങ് പോളിസീസ്, സെക്കൻഡ് തിങ് ചാനൽ മാനേജറും ഓട്ടോമേഷനും, തേർഡ് തിങ് ക്യാമറ. ഈ 3 കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സോ ഫാർ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എയർബിഎൻബിയിൽ ഈ 3 കാര്യങ്ങളാണ് വേണ്ടത് ഇനിഷ്യലി. പിന്നെ ഉള്ളതാണ് നമുക്ക് എയർബിഎൻബി ബിസിനസ്സിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരു പവർ ടീമും വേണം നിങ്ങൾക്ക്. പവർ ടീം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ക്ലീനേഴ്സ് ഉണ്ടാവും, അതേമാതിരി ഹാൻഡിമാൻ, ഇലക്ട്രീഷ്യൻ, പ്ലംബേഴ്സ്, ആ ലൊക്കേഷനിലുള്ള ഇത്രയും ആൾക്കാരായിട്ട് ഒരു കോൺടാക്റ്റ് വേണം. കാരണം ക്ലീനേഴ്സ് നിങ്ങളെ ബേസിക്കലി നിങ്ങളെ മാനേജേഴ്സ് ആണ് നിങ്ങളെ പ്രോപ്പർട്ടിയുടെ. സോ ദേ ആർ ദ പേഴ്സൺ ഹൂ കം ടു ദ പ്രോപ്പർട്ടി ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഫോട്ടോസ് എടുക്കും, ക്ലീൻ പ്രോപ്പറായിട്ട് ചെയ്യും, സ്റ്റേജ് ചെയ്യും, എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ക്ലീനറാണ്. സോ ക്ലീനർ, ഫൈൻഡ് എ റിലയബിൾ ക്ലീനർ ഫോർ യുവർ എയർബിഎൻബി ബിസിനസ്. കാരണം അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. മിക്കവർക്കും റിലയബിൾ ആയിട്ടുള്ള ക്ലീനേഴ്സിനെ ഫൈൻഡ് ചെയ്യാത്തതുകൊണ്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. കാരണം ചില ക്ലീനേഴ്സ് വന്ന് അവർ തന്നെ എന്തെങ്കിലും ഡാമേജ് ചെയ്തിട്ട് പ്രോപ്പർട്ടിയിൽ ഇത് ഇന്ന ഡാമേജ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഫോട്ടോ എടുക്കും. ആ സാധനം ഡാമേജ് ആയെന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുപോയിരിക്കും. അങ്ങനെയൊക്കെ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സോ യു നീഡ് ടു ഫൈൻഡ് എ റിലയബിൾ ക്ലീനർ. അപ്പം അങ്ങനത്തെ ഒരാളെ ഹയർ ചെയ്താൽ മതി. രണ്ടാമത്തത് ഹാൻഡിമാനും അങ്ങനത്തെ ആൾക്കാർ. സോ നിങ്ങളിപ്പം ഞാൻ ലണ്ടനിലാണെങ്കിൽ എനിക്കിപ്പോൾ ഒരാളെ ആ പ്രോപ്പർട്ടിയിൽ ഇപ്പോൾ ലെറ്റ്സ് സേ പ്ലംബിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ വന്നു, വാട്ടർ ഇഷ്യൂ വന്നു, ബോയിലറിന് ഇഷ്യൂ വന്നു, ലീക്ക് വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് വിളിച്ച ആ ടൈമിൽ തന്നെ ഒരാൾക്ക് പോയി നോക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്ലംബർ, ഒരു ഹാൻഡിമാൻ, ഒരു ഇലക്ട്രീഷ്യൻ, ഇങ്ങനത്തെ ആൾക്കാരെ കോൺടാക്റ്റും വേണം. സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണമെന്നില്ല, നിങ്ങൾ കോൾ ഔട്ട് ചെയ്ത ആൾ പോയി നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ അയാൾ മേ ബി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരെന്നെ ക്ലിയർ ചെയ്തിട്ട് അവർ പറയും ഇത്ര പേയ്മെൻറ്റ്, നമ്മളത് പേയ്മെൻറ്റ് അങ്ങ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എയർബിഎൻബി ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സോർട്ട് ആവും. ഇനി നെക്സ്റ്റ് തിങ് HMOന് ഇതേമാതിരി തന്നെയാണ്. ഒരു പ്രോപ്പർട്ടി ബിസിനസ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി 2 പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. ബട്ട് ലെറ്റ്സ് സേ യു ഗെറ്റ് ടു 50 പ്രോപ്പർട്ടീസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് സ്കെയിലപ്പ് ചെയ്തേ പറ്റും. നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് HMO ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റത്തില്ല. കാരണം HMO ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടിയിൽ ആളെ കയറണം, എന്തെങ്കിലും മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി മീറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ സോർട്ട് ചെയ്ത് കൊടുക്കണം. സോ യു നീഡ് എ മെയിൻ്റെനൻസ് ടീം ഫോർ യുവർ സെൽഫ്. ആ ലൊക്കാലിറ്റിയിലുള്ള ഒരു മെയിൻ്റെനൻസ് ടീം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ പോയി ചെക്ക് ചെയ്ത് സോർട്ട് ചെയ്ത് നിങ്ങളെ അറിയിക്കും. ആൻഡ് HMOനാണെങ്കിലും ഇതേമാതിരി തന്നെയാണ്. ക്യാമറ ഇമ്പോർട്ടൻ്റ് ആണ്. നോയ്സ് ഡിറ്റക്ഷൻ്റെ ഒരു സാധനമുണ്ട്.
MINUT എന്ന് പറഞ്ഞ ഒരു ഡിവൈസ് ഉണ്ട്. അത് പിടിച്ചിട്ട് HMOയിൽ നിങ്ങൾ വയ്ക്കുക. സോ സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ HMOയിലും ചെയ്ത് വയ്ക്കുക. ബാക്കിയുള്ള ഇതേ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു ടീം നിങ്ങൾക്ക് ആ ഏരിയയിൽ ഉണ്ടാവണം. വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോയി കാര്യങ്ങൾ സോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ലൈക്ക് നിങ്ങൾ ഒരു HMO പ്രോപ്പർട്ടി ചെയ്യുമ്പം നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി വ്യൂയിങ്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം. കാരണം ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വ്യൂ ചെയ്യാനായിട്ട് ഒരാൾ വേണം. സോ നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റില്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലൊക്കാലിറ്റിയിൽ നിങ്ങൾക്ക് ഒരാളെ നോക്കി കണ്ടുപിടിക്കാം. ആൻഡ് ആ ആൾക്ക് ഒരു പെർ വ്യൂയിങ്ങിന് 30 പൗണ്ടോ 40 പൗണ്ടോ വെച്ച് നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് യു മൈറ്റ് ബി ഏണിങ് 500 പൗണ്ട്, ഒരു മിനിമം 500 ടു അതിന് മുകളിലായിരിക്കും നിങ്ങൾ ഏൺ ചെയ്യുക. ആ പൈസയിൽ നിന്ന് ഒരു 40 പൗണ്ട് നിങ്ങൾ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് വെരി എക്സ്പെൻസീവ്. അതേമാതിരി ആ ഒരു ഏരിയയിൽ അപ്പം ഈ പുള്ളി തന്നെ പോയി വ്യൂയിങ് ചെയ്തോളും. അപ്പോൾ ആ പുള്ളിക്ക് ഒരു ഇൻകം ആവും, നിങ്ങൾക്ക് വലിയ ഹെഡേക്ക് ഇല്ല. സെയിം തിങ് നിങ്ങൾ ഓരോ ലൊക്കാലിറ്റിയിലും നിങ്ങൾ ഒരാളെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ അയാൾ തന്നെ കവർ ചെയ്തോളൂ ആ ഏരിയകൾ. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ സ്കെയിൽ അപ്പ് ആൻഡ് യു ക്യാൻ ഡെലിഗേറ്റ് ദ വർക്ക്സ്. മനസ്സിലായി? അപ്പോൾ ഈ രീതിയിലാണ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. ഒരു HMO പ്രോപ്പർട്ടി ചെയ്യുമ്പോൾ നമുക്ക് വ്യൂയിങ്, ഈ പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കാനായിട്ട് വ്യൂയിങ്ങിന് നമ്മൾ തന്നെ ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ എല്ലായിടത്തും ഓടിയെത്തണം. ആൻഡ് ദാറ്റ്സ് ഇമ്പോസിബിൾ. കാരണം നമുക്ക് അറ്റ് എ ടൈം ഇപ്പോൾ 10 പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം എല്ലായിടത്തും വ്യൂയിങ് നമുക്ക് തന്നെ ഓടിയെത്താൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ മിസ് ഔട്ട് ആവും കുറേ ഓപ്പർച്യൂണിറ്റി. സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമുക്ക് വരുന്ന അത്രയും ഇൻകം നമുക്ക് തന്നെ വേണം എന്ന് പറയുന്നതിന് പകരം ഡെലിഗേറ്റ് ചെയ്ത് വർക്ക് കൊടുക്കുക. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ടൈമാണ് വേണ്ടത്. ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലോട്ട് ഏർപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ യു ഇൻവോൾവ് ഇൻ ടു മെനി തിങ്സ് യു മേക്ക് മോർ മണി. മനസ്സിലായില്ലേ? അല്ലാതെ ഈ കാര്യം നമ്മൾ തന്നെ ചെയ്യണം, ഈ കാര്യം ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും യു വുഡൻ ബി ഏബിൾ ടു സ്കെയിൽ അപ്പ് ഫർദർ. അപ്പോൾ അതിന് നിങ്ങൾ ഒരാളെ ഹയർ ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. ഇപ്പോൾ കാരണം പ്രോപ്പർട്ടി ബിസിനസ്സിൽ ചെയ്യുന്നവരിൽ പലരും സ്വന്തമായിട്ട് വ്യൂയിങ് ചെയ്യുന്നവരുണ്ട്, മെയിൻ്റെനൻസ് സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈം എന്ന് പറയുന്ന സാധനം നമ്മളെ നഷ്ടപ്പെടുക. ഇപ്പോൾ ഞാൻ ഇനീഷ്യലി തുടങ്ങുന്ന സമയത്താണെങ്കിലും ക്ലീനിങ് ഞാനാണ് പോയി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇല്ല, ക്ലീനിങ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ സമയം. കാരണം ഒരു 35 പൗണ്ടിന് ഞാൻ പോയി ചെയ്യുകയാണ്. ആ 35 പൗണ്ട് എനിക്ക് വേണമെങ്കിൽ ഒരു ക്ലീനറിന് വെച്ച് 35 പൗണ്ട് ആൻഡ് 35 പൗണ്ട് ഗസ്റ്റ് തന്നെയാണ് പേ ചെയ്യുന്നത്. സോ ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് ഫ്രം മൈ പോക്കറ്റ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ 35 പൗണ്ട് കൊടുക്കുന്നത് ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. കാരണം നമുക്ക് ആ ടൈം പീരീഡ് ഇപ്പം 1 മണിക്കൂർ 2 മണിക്കൂറായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു 2 മണിക്കൂർ നമുക്ക് സേവ് ചെയ്ത് വി ക്യാൻ ഇൻവെസ്റ്റ് മോർ ടൈം ഇൻ പ്രോപ്പർട്ടി ബിസിനസ്. സോ വി ക്യാൻ ഗെറ്റ് മോർ പ്രോപ്പർട്ടീസ്. മനസ്സിലായില്ലേ? കുറേ പറഞ്ഞിട്ടുള്ളതാണ്, ഡോണ്ട് ഗെറ്റ് ഇൻസൈഡ് ദ ഓപ്പറേഷൻ സൈഡ് ഓഫ് ദ ബിസിനസ്. അത് എത്രമാത്രം ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുമോ അത് ഡെലിഗേറ്റ് ചെയ്യുക. ആൻഡ് ഗെറ്റ് മോർ ഇൻവോൾവ് ഇൻ ദി ഗ്രോത്ത് ഓഫ് ദ ബിസിനസ്. കാരണം നിങ്ങളാണ് ബോട്ടിൻ്റെ ക്യാപ്റ്റനില്ലേ, പുള്ളി പറയുന്ന വരെയാണ് കാര്യങ്ങൾ പോകുന്നത്, ഡയറക്ഷൻ. പുള്ളി ഇറങ്ങിയിട്ട് തുഴയാൻ നിന്ന് എങ്ങനെ ഉണ്ടാവും? ആരും ഡയറക്ഷൻ കൊടുക്കത്തില്ല. മനസ്സിലായില്ലേ? കാരണം പുള്ളിക്ക് എല്ലാം കൂടി പറ്റത്തില്ല. പുള്ളി അത് ചെയ്ത് പറയാനായിട്ട് പുള്ളി ഉണ്ടാവണം. അങ്ങനെ ഒരാൾ വേണം. ദാറ്റ് ഈസ് യു ഇൻ യുവർ കമ്പനി. യു ആർ ദ പേഴ്സൺ ഹൂ ക്യാൻ തിങ്ക് ഇതെങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ എല്ലാവരും നിങ്ങൾ പറയുന്നത് ചെയ്യാനായിട്ടാണ് ഉണ്ടാവുന്നത്. സോ അതിന് നിങ്ങൾക്ക് സമയം വേണം. അപ്പം ആലോചിച്ച് ചെയ്യാനുള്ള കാര്യമാണ്. സോ മേക്ക് ഷുവർ യു ഡൂ ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ ദ ഓപ്പറേഷൻ സൈഡ്. ആൻഡ് ദെൻ ഇവൻച്വലി യു വിൽ ഗ്രോ യുവർ ബിസിനസ്.